നമസ്കാരം, ഞാൻ ശ്രുതി. ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന മെയിൻ ഹെഡിലെ ഗ്രൂപ്പ് പ്രോപ്പർട്ടി, ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറി, പിന്നെ വ്യൂ റഫറൻസ് ഡാറ്റ എന്ന മെയിൻ ഹെഡുമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്രൂപ്പ് പ്രോപ്പർട്ടി എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടി ടൈപ്പിൽ ആ അയൽക്കൂട്ടത്തിൻ്റെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. എക്സാമ്പിളായി അയൽക്കൂട്ടത്തിന് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി ടൈപ്പിൽ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുക. എമൗണ്ട് കോളത്തിൻ്റെ അവിടെ കമ്പ്യൂട്ടറിൻ്റെ എമൗണ്ട് അടിക്കുക. സേവ് കൊടുക്കുക. ഇതുപോലെ അയൽക്കൂട്ടത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് എൻ്റർ ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് വരിക. അടുത്ത സബ് ഹെഡായ ക്യാഷ് ബാലൻസ് സെലക്ട് ചെയ്യുക. കട്ട് ഓഫ് ഡേറ്റിലെ ക്യാഷ് ബാലൻസ് എൻ്റർ ചെയ്യുക. കട്ട് ഓഫ് ഡേറ്റ് സെലക്ട് ചെയ്യുക, അതായത് 31/1/2025. അതിനുശേഷം സേവ് കൊടുക്കുക. പിന്നീട് ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് വരിക. അടുത്ത സബ് ഹെഡായ ബാങ്ക് ബാലൻസ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് കട്ട് ഓഫ് ഗ്രൂപ്പ് ബാങ്ക് ബാലൻസ് ഷീറ്റിലോട്ട് പോവുക. ബാങ്ക് സെലക്ട് ചെയ്യുക. ബാങ്ക് ബാലൻസ് എൻ്റർ ചെയ്യുക. കട്ട് ഓഫ് ഡേറ്റ് സെലക്ട് ചെയ്യുക. പിന്നീട് സേവ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് വരിക. അടുത്ത സബ് ഹെഡായ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് പോവുക. നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പ് ട്രാൻസാക്ഷനും പൂർത്തീകരിച്ചിരിക്കുന്നു. അടുത്ത മെയിൻ ഹെഡായ വ്യൂ റെഫറൻസ് ഡാറ്റയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വ്യൂ റെഫറൻസ് ഡാറ്റയിലെ സബ് ഹെഡായ ഡിസ്പ്ലേ ഫ്രം FDM സെലക്ട് ചെയ്യുക. ഈ ഫീൽഡ് യൂസ് ചെയ്യുന്നത് ഫണ്ട് ഡിസ്ബേഴ്സ്മെൻറ്റ് മൊഡ്യൂൾ പ്രകാരം ഈ അയൽക്കൂട്ടത്തിന് RF ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. ഇതിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. FDM വഴി RF ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് വരിക. നമ്മൾ നൽകിയ കട്ട് ഓഫ് ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മെയിൻ മെനുവിൻ്റെ മുകൾ വശത്തായി അൺമാച്ച്ഡ് എമൗണ്ട് കാണാൻ സാധിക്കും. ഈ തുക ഏതാണെന്ന് അറിയാത്ത പക്ഷം ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറി എന്ന സബ് ഹെഡിൽ പോയി അൺമാച്ച്ഡ് എമൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഫ്രം അൺമാച്ച്ഡ് എമൗണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന ഡയലോഗ് ബോക്സിൽ എസ് എന്ന് കൊടുക്കുക. ആ തുകയെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ക്ലോസ് മീറ്റിംഗ് സെലക്ട് ചെയ്ത് മീറ്റിങ്ങിനെ ക്ലോസ് ചെയ്യുക. പിന്നീട് സെൻഡ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോം പേജിലേക്ക് വരിക. SHG മീറ്റിംഗ് സിൻക്രോണൈസേഷൻ എന്ന ടാഗിൽ പോയി മീറ്റിംഗ് റെക്കോർഡ് പെൻഡിംഗ് ഫോർ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ചെയ്ത ഡാറ്റ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഇതോടെ നമ്മളുടെ SHG കട്ട് ഓഫ് അവസാനിച്ചിരിക്കുന്നു. തുടർ ദിവസങ്ങളിലായി VO കട്ട് ഓഫ്, SHG റെഗുലർ, VO റെഗുലർ എന്നിവയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.